വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം എം.ടിയും മമ്മൂക്കിയും ഒന്നിച്ച സിനിമ. വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകളിൽ ഒന്ന് എന്ന് വിളിക്കപ്പെടുന്ന സിനിമ. ആ പടം ഒന്ന് റീവിസിറ്റ് ചെയ്താലോ? സിനിമ ആരംഭിക്കുന്നത് സെലീന എന്ന കഥാപാത്രത്തിന്റെ മരണത്തിൽ നിന്നാണ്. ഭാര്യയുടെ മരണത്തിൽ സങ്കടം താങ്ങാനാവാതെ മദ്യത്തിൽ ആശ്രയം കണ്ടെത്തുന്ന ഭർത്താവ് മാത്യു. സെലീനയുടെ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം കണ്ടെത്താൻ ഇരുവരുടെയും ഉറ്റ സുഹൃത്തും ജേർണലിസ്റ്റുമായ ബാലുവിന്റെ സഹായം തേടുന്നു. സെലീന എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യവുമായി ഇറങ്ങുന്ന ബാലു അന്വേഷണങ്ങൾക്കൊടുവിൽ ആ ഉത്തരം കണ്ടെത്തുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എം.ടിയുടെ തിരക്കഥയിൽ മമ്മൂട്ടി അഭിനയിച്ച് പവിത്രൻ സംവിധാനം ചെയ്ത് 1989 റിലീസ് ചെയ്ത ഉത്തരം എന്ന സിനിമയെക്കുറിച്ചാണ്. ആദ്യ തവണ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ സഞ്ചരിക്കുന്നത് ബാലുവിന്റെ കൂടെയാണ്. അത് സെലീനയുടെ മരണത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്രയാണ്. എന്നാൽ സിനിമ റീവിസിറ്റ് ചെയ്യുമ്പോൾ, അതായത് സെക്കൻഡ് വാച്ച് മുതൽ പിന്നീട് സെലീനയുടെ മരണത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്രയല്ല, മറിച്ച് അത് സെലീനയിൽ നിന്ന് ലീനയിലേക്കും ഒപ്പം കൂട്ടുകാരിയായ ശ്യാമളയുടെയും കൂടിയുള്ള യാത്രയാണ്. സ്വന്തം ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ. ലീന അത് മനസ്സിലാക്കുന്നത് നേരിട്ടാണെങ്കിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച അപകടം ശ്യാമള അറിയുന്നത് ബാലുവിലൂടെയാണ്. പിന്നീട് ഒരു തവണ കൂടി കാണുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ലീന അനുഭവിച്ച ആത്മസംഘർഷം പ്രേക്ഷകരെ വല്ലാതെ ഹോണ്ട് ചെയ്യും. ഓർമ്മക്കുറവെന്ന ഭാഗ്യം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ലീന മാത്യുവിനെയും ബാലുവിനെയും പരിചയപ്പെടുമായിരുന്നില്ല. ഒരുപക്ഷെ അതിനു മുമ്പേ അവർ ജീവിതം മതിയാക്കിയേനെ. ബാലുവിന്റെ കഥാപാത്രം അന്വേഷണത്തിന്റെ ഭാഗമായി ഓരോരുത്തരെയും കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്തതിനാൽ തന്നെ പോലീസിന്റെ അധികാരത്തോടെയല്ല അയാൾ അന്വേഷണം നടത്തുന്നത്. അതിന് അയാൾ ഉപയോഗിക്കുന്ന അന്വേഷണ രീതി, ഓരോരുത്തരെയും പരിചയപ്പെടാൻ പോകുമ്പോഴുള്ള ക്യാരക്ടർ ചേഞ്ചിങ്, ഇവ സിനിമയുടെ ഹൈലൈറ്റ് ആണ്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ച് കഥ പറയുന്ന ഒരു എം.ടി മാജിക്. പേരിനോട് ഇത്രത്തോളം നീതി പുലർത്തിയ വിരളമായ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ഈ സിനിമ. ഉത്തരം മലയാളത്തിന്റെ മിസ്റ്ററി ത്രില്ലർ എന്ന ജോണർ അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് വഴിവെട്ടിയ സിനിമയാണ്. വർഷങ്ങൾക്കിപ്പുറം ഉത്തരത്തിന്റെ അതേ മേക്കിംഗ് സ്റ്റൈലിൽ പല സിനിമകളും പിറന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വന്ന ഇരട്ടയും ഇതിന്റെ അതേ മേക്കിംഗ് സ്റ്റൈലിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. കണ്ടവർക്ക് പടം റീവിസിറ്റ് ചെയ്യാവുന്നതാണ്.